കാണാത്തവർ കാൺമാനും കാണുന്നവർ കുരുടർ ആവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 39-ാമത് വചനം. ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അന്ധനായ ഒരു യുവാവ് മരണത്തോടടുത്തപ്പോൾ പ്രാർത്ഥിക്കുവാനും ആശ്വസിപ്പിക്കാനുമായി ഒരു പുരോഹിതൻ ജയിലിൽ എത്തി. അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഈ യുവാവിൻ്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തോട് താൻ അനുഭവിക്കുന്ന ശിക്ഷയെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഇടയായി തീർന്നു. ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറഞ്ഞതുകൊണ്ടാണ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എന്നറിഞ്ഞപ്പോൾ പുരോഹിതന്റെ കണ്ണുകൾ ഈർന്നണിഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ പുരോഹിതൻ ആത്മഗതമായി പറഞ്ഞു, സഹോദര, നിന്റെ കണ്ണുകളിലെ കാഴ്ച ദൈവം എടുത്തു മാറ്റിയെങ്കിലും അതിലും മൂല്യമുള്ള ഒരു കാഴ്ചശക്തി നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നിന്റെ ആത്മാവിന് വിശ്വാസത്തിന്റെ കണ്ണുകൾ നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം നിനക്ക് ഉറപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് കാഴ്ചയുള്ളവർ പലരും ആത്മീയമായി അന്ധത ബാധിച്ചവരാണ്. കാരണം അവരുടെ വിശ്വാസം എന്ന കാഴ്ചയ്ക്ക് ആഴമില്ല. അതിനാൽ യേശുവിൻ്റെ ദൈവികത്വം അവർ കാണുന്നില്ല. ഒരു ഭവനത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതാണെങ്കിൽ ഒരു ബാഹ്യശക്തിക്കും അതിനെ ഇളക്കുവാൻ സാധ്യമല്ല. വിശ്വാസം നാം ആകുന്ന മന്ദിരത്തിൻ്റെ അടിസ്ഥാനവും വേരുമാണ്. വൃക്ഷത്തിൻ്റെ വേരിന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതിൽ നിന്നും പടർന്നു നിൽക്കുന്ന ശിഖരങ്ങളും പച്ച ഇലകളും പൂക്കളും ഫലങ്ങളും ഉണ്ടാകുന്നത്. ഇതുപോലെ ദൈവ വിശ്വാസത്തിൽ വേരൂന്നിയിരിക്കുന്ന ജീവിതങ്ങൾ എന്നും ആറ്റരികത്ത് നട്ടപ്പെട്ട വൃക്ഷം പോലെ എന്നും ഫലം നൽകുന്നു. കാഴ്ചയില്ലാത്തവരുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടാം. ബാഹ്യമായ സൗന്ദര്യം അവർക്ക് കാണുവാൻ കഴിയില്ലെങ്കിലും അവർക്ക് ദൈവത്തിൻ്റെ സൗന്ദര്യം ദർശിക്കുവാൻ കഴിയും. ദൈവസ്വരം കേൾക്കുവാൻ കഴിയും. അവർ നിരാശയും മാനസികമായ സംഘർഷങ്ങളും ഇല്ലാതെ ജീവിച്ച് എന്ന് വരാം. എന്നാൽ കാഴ്ചയുണ്ടായിട്ടും ദൈവത്തെ കാണാതെ പോകുന്നവർ എത്ര അധികമാണ്. അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നുമില്ല. അവർ സ്വർഗീയ നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഭൗതിക സമ്പത്തിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഈ ലോകത്തിലെ സദസ്സുകളിൽ മുൻപിലിരിക്കുവാനും മനുഷ്യരുടെ സ്തുതി ബഹുമാനങ്ങൾ കിട്ടുവാനും എപ്പോഴും ഒന്നാമനാകുവാനും ഇവർ ആഗ്രഹിക്കുന്നു. കാഴ്ചയുള്ളവർ കുരുടന്മാരാകുന്നു. യേശു വന്നത് കുരുടന്മാർക്ക് കാഴ്ച നൽകുവാനാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-19 വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. പിറവിയിലെ കുരുടനായവന് കാഴ്ച ലഭിക്കുന്നവന് ആഗ്രഹമുണ്ടായിരുന്നു. യേശു അവനോട് ശിലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് പറഞ്ഞപ്പോൾ അവൻ അത് അനുസരിച്ചു. കാഴ്ച ലഭിച്ചപ്പോൾ അവൻ അത് ഏറ്റുപറഞ്ഞു. താൻ മതത്തിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നറിഞ്ഞിട്ടും കാഴ്ചശക്തി പ്രദാനം ചെയ്തവനെ കുറിച്ച് ന്യായീകരിച്ച് സംസാരിച്ചു. അവൻ യേശുവിൻ്റെ പക്ഷം ചേരുകയും യേശുവിനെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. യേശു മനുഷ്യപുത്രൻ എന്ന് അറിഞ്ഞപ്പോൾ യേശുവിനെ അവൻ ആരാധിച്ചു. എന്നാൽ ഭൗതികമായ കാഴ്ചയുള്ളവർ ഇന്ന് എങ്ങനെയാണ്? തങ്ങളുടെ കാഴ്ചപ്പാടുകൾ തെറ്റാണെന്നവർ സമ്മതിക്കുന്നില്ല. യേശു വാഗ്ദാനം ചെയ്യപ്പെട്ട മശിഹ എന്നറിഞ്ഞിട്ടും അത് അംഗീകരിക്കാനും ഏറ്റുപറയുവാനും തയ്യാറാകുന്നില്ല. യേശുവിനെ കുറിച്ച് പറയുവാൻ അവരുടെ അന്തസ്സും അഭിമാനവും സമ്മതിക്കുന്നില്ല. യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നാൽ ഈ ലോകത്തിന്റെ ശത്രുവായ സാത്താൻ എല്ലാവരെയും അന്ധകാരത്തിലേക്ക് നയിക്കുന്നു. കാഴ്ചശക്തി ലഭിച്ച കുരുടൻ യേശുവിനോട് താൻ അന്ധനാണെന്ന് സമ്മതിച്ചു. നാം അന്ധരാണ് എന്ന അവബോധമാണ് ആത്മീയ അന്ധതയിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുവാൻ നമ്മെ സഹായിക്കുന്ന ആവശ്യമായ ഘടകം. കുരുടനെ സൗഖ്യമാക്കിയ യേശു പരീശന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 41-ാമത് വചനം. യഥാർത്ഥത്തിൽ അന്ധന്മാരായിരുന്നു എങ്കിൽ അവർ പാപത്തിന് അടിമകളാകുമായിരുന്നില്ല എന്നും അവർ കാണുന്നതായി ഭാവിക്കുന്നത് കൊണ്ട് അവരിൽ പാപം നിലനിൽക്കുന്നു എന്നും യേശു പറഞ്ഞു.
അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9-ാമത് വചനം. ശാരീരിക അന്ധത വലിയ ദുരിതമാണ്. അതിലും വലിയ അന്ധതയാണ് ആത്മീയ അന്ധത. സാത്താൻ സുവിശേഷം ജനങ്ങൾ വായിക്കാതിരിപ്പാൻ യുദ്ധം ചെയ്യുന്നു. അവൻ സകലരെയും വചനം കാണാനും ഉൾക്കൊള്ളുവാനും കഴിയാത്ത വിധത്തിൽ അന്ധരാക്കുന്നു. അവൻ വചനത്തോട് വിരക്തി ഉണ്ടാക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. 2 കൊരിന്ത്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത് വചനം. നാം ഒരു ആത്മീയ യുദ്ധക്കളത്തിലാണ്. നമ്മുടെ കണ്ണുകൾ സുവിശേഷത്തിലേക്ക് തുറക്കണം. നമ്മുടെ ആത്മീയ നയനങ്ങളെ പ്രകാശിപ്പിക്കുന്നത് യേശു എന്ന വെളിച്ചമാണ്, യേശു എന്ന വചനമാണ്. നമ്മുടെ കണ്ണുകളെ അന്ധതമസിലേക്ക് വിട്ടുകൊടുക്കരുത്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. അന്ധകാരത്തിന്റെ ലോകാധിപതിയും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയുമായ സാത്താനോട് വെളിച്ചമാകുന്ന കർത്താവിന്റെ സർവായുധവർഗം ധരിച്ച് ആത്മാവിന്റെ വചനമാകുന്ന വാളുമേന്തി സധൈര്യം പോരാടുവാൻ ഇടയായി തീരണം. ആ നിത്യപ്രകാശത്തിന്, നിത്യജീവന് നമുക്കും അവകാശികളാകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.